നമ്മൾ ഇന്ന് ബയോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ NIOSലെ ബയോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഫസ്റ്റ് സെക്ഷൻ ബി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി എന്താണ് ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അതായത് അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻസും 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ ഇതിനകത്ത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സെറ്റ് കഴിഞ്ഞ് പിന്നെ അടുത്ത സെറ്റ് ബിയിലോട്ടും സിയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവോയ്ഡ് ചെയ്തിട്ടാണ് പോന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സെക്ഷൻ ബിയിലാണ്. സെക്ഷൻ ബി എന്ന് നോക്കിക്കേ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 28ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നോക്കിയാൽ ഫസ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് റോങ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എനി 2 എന്നുള്ളത് പറയുന്നില്ല. കാരണം എന്താന്ന് ഇതിന്റെ ആൻസേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നോക്കിയേ, gametes are unicellular haploid, spores have haploid nucleus, zygotes have diploid nucleus, zoospores are non-motile. ഇങ്ങനെ 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് നോക്കിയാൽ gametes are unicellular haploid. ശരിയല്ലേ? നമ്മുടെ gametes എന്ന് പറയുമ്പോൾ ഏതാണ്? സ്പേമും എഗ്ഗും ഒക്കെയാണ് gametes എന്ന് പറയുന്നത്. അപ്പൊ ഈ gametes എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ആയിട്ട് ഉള്ളതും ഹാപ്ലോയിഡും ആണ് അല്ലെ? എങ്കിലാണ് ഇവര് ഹാപ്ലോയിഡ് ചേർന്നാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ഉണ്ടാവത്തുള്ളൂ. then അടുത്ത പോയിന്റ് ആണ് സ്പോർസ് ഹാവ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. സ്പോർസിന് എന്താണ്? ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. സ്പോർസിൽ എന്താണ്? അതും ശരിയാ അല്ലെ? സ്പോർസിലും എന്താണ്? ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. മോസ്റ്റ് ഓഫ് പ്ലാന്റ്സിന്റെ ഫംഗസിന്റെ ആൽഗയുടെ ഒക്കെ സ്പോറിൽ എന്താണ്? ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ് ഉള്ളത്. then തേർഡ് ആണ് സൈഗോട്ട് ഹാവ് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ്. അതും ശരിയാ അല്ലെ? സൈഗോട്ടിന് എന്താണ്? ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ് ഉള്ളത്. എങ്ങനെ? നമ്മുടെ സ്പേമും എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്ത്, അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സ്പേമും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്ത് എങ്ങനെയാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ആണ് ഉണ്ടാവുന്നത്. ലാസ്റ്റ് വൺ ആണ് സൂസ്പോർസ് ആർ നോൺ മോട്ടൈൽ. എങ്ങനെയാണ്? സൂസ്പോർസ് നോൺ മോട്ടൈൽ ആണോ? അല്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്. സൂസ്പോർസ് എന്താണ്? മോട്ടൈൽ ആണ്. കാരണം എന്താണ്? അവർക്ക് ഫ്ലജല്ല ഉണ്ട്. അതുകൊണ്ട് അവർക്ക് എന്താണ്? മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. 18th ക്വസ്റ്റ്യൻ ആണ് fill in the blanks. ഇവിടെ 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെന്റൻസിൽ കുറച്ച് ഭാഗം മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മളിവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ്, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യണം. നോക്കിയാൽ ഫസ്റ്റ് സെന്റൻസ് ആണ് മൈറ്റോകോൺഡ്രിയോൺ ഈസ് കോൾഡ് ആസ് എ ഡാഷ് ഓഫ് ദി സെല്ല്. then B, conjoined collateral and open vascular bundles are found in dash stem. Yeast reproduced by dash method. Ciliated columnar epithelium is found as a lining of dash. അപ്പൊ അങ്ങനെ 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് മൈറ്റോകോൺഡ്രിയ ഈസ് കോൾഡ് ആസ് ദി ഡാഷ് ഓഫ് ദി സെല്ല്. മൈറ്റോകോൺഡ്രിയ എന്താണ്? നമ്മുടെ സെല്ലിന്റെ എന്താണ്? പവർ ഹൗസ് ആണ് അല്ലെ? മൈറ്റോകോൺഡ്രിയ ഈസ് കോൾഡ് ആസ് ദി പവർ ഹൗസ് ഓഫ് ദി സെല്ല്. കാരണം നമ്മുടെ സെല്ലിന് ആവശ്യമുള്ള എനർജി ആയിട്ട് ATP ഉണ്ടാകുന്നത് എവിടെ വെച്ചാണ്? നമ്മുടെ മൈറ്റോകോൺഡ്രിയയിൽ വെച്ചാണ്. അതുകൊണ്ട് എന്താണ്? മൈറ്റോകോൺഡ്രിയ ഈസ് കോൾഡ് ആസ് ദി പവർ ഹൗസ് ഓഫ് ദി സെല്ല്. നെക്സ്റ്റ് ആണ് ഒരു സ്റ്റെമ്മിന്റെ ക്യാരക്ടർ ആണ്. അത് ഡൈക്കോട്ട് ആണോ മോണോക്കോട്ട് ആണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കൺജോയിന്റ് കൊളാട്രൽ ആൻഡ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ ആർ ഫൗണ്ട് ഇൻ ഡാഷ് സ്റ്റെം. ഏത് സ്റ്റെമ്മിലാണ് കൺജോയിന്റ് ആയിട്ടുള്ളതും കൊളാട്രൽ ആയിട്ടുള്ളതും ഓപ്പൺ ആയിട്ടുള്ളതും വാസ്കുലർ ബണ്ടിൽ കാണപ്പെടുന്നത്? ഈ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? വാസ്കുലർ ബണ്ടിൽസ് ഇടയിൽ കേംബിയം പ്രസന്റ് ഉള്ളതാണ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ. കേംബിയം ആബ്സെന്റ് ഉള്ളതാണ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ ആണ്. അപ്പൊ നോക്കിയേ, കേംബിയം ഉള്ളത് ആർക്കാണ്? ഡൈക്കോട്ട് സ്റ്റെമ്മിനാണ് കേംബിയം ഉള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? കൺജോയിന്റ് കൊളാട്രൽ ആൻഡ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് ആർ ഫൗണ്ട് ഇൻ ഡൈക്കോട്ട് സ്റ്റെംസ്. then third one ആണ് ഈസ്റ്റ് റീപ്രൊഡ്യൂസ് ബൈ ഡാഷ് മെത്തഡ്. ഈസ്റ്റ് എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ഫംഗസ് ആണ് അല്ലെ? അപ്പൊ ഈ ഫംഗസുകൾ ജനറലി എങ്ങനെ അസെക്ഷൽ ആൻഡ് സെക്ഷൽ മെത്തേഡിൽ റീപ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഈസ്റ്റിന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ബൈ ബഡിങ് വഴിയാണ് ഈസ്റ്റ് മോസ്റ്റ് ഓഫ് ഈസ്റ്റും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ആണ് ciliated columnar epithelium is found as a lining of dash. എവിടെയാണ് ciliated columnar epithelium കാണുന്നത്? എവിടെയാണ്? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് ciliated
കൊളുമനാർ എപ്പിത്തീലിയം കാണുന്നത്. ഓക്കെ, then 19th questions match the following ആണ്. രണ്ട് കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളം 1ൽ എന്താണ് രണ്ട് ടേം കൊടുത്തിട്ടുണ്ട്, കോളം 2ലും കുറച്ച് ടേം ടേംസസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് കോളം 1നോട്ട് മാച്ച് ചെയ്യുന്ന രണ്ട് ടേംസസ് കോളം 2വിനാണ് നമ്മൾ കണ്ടുപിടിക്കണം. കോളം 1ൽ ഏതാണ് FSH ഉം ടെസ്റ്റോസ്റ്റിറോണും ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും എന്താണ് ഹോർമോൺസ് ആണ്. കോളം 2ൽ എന്താണ് മെയിൽ ഹോർമോൺ ഉണ്ട്, പ്ലസന്റ ഉണ്ട്, ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ കൺട്രോൾ ബ്ലഡ് ഷുഗർ ഇത്രയും കൊടുത്തിട്ടുണ്ട്. FSH എന്താണ് ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. എന്താ FSH എന്ന് പറഞ്ഞാൽ ഈ FSH ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കുളുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് FSH എന്ന് പറയുന്ന സാധനമല്ല ഹോർമോൺ ആട്ടോ. FSH എന്താണ് ഗ്രാഫിയൻ ഫോളിക്കുളുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് FSH. നെക്സ്റ്റ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ എങ്ങനെയാണ് എന്താണ് നമ്മുടെ ഒരു മെയിൽ ഹോർമോൺ ആണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഓക്കെ, 20th question ആണ്. The flow of blood is shown in the diagram through heart and labeled as A, B, C and D. Identify any two of them. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ എന്താണ് ലങ്സിനും ഹ്യൂമൻ ഹാർട്സിനും ഇടയിലൂടെ ഈ ഒരു ബ്ലഡിന്റെ ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഇമേജിനകത്ത്. അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ABCD അങ്ങനെ 4 പോയിന്റുകൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏത് രണ്ടെണ്ണം ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബ്ലഡിന്റെ ഫ്ലോ എങ്ങനെയാണ് എന്ന് വരുമ്പോ ഏതാണ് വരുന്നത് നമ്മുടെ ഏതാണ് ആൻസർ വരുന്നത് നോക്കിക്കേ. ബ്ലഡ് ഇത് ഏതാണ് പൾമണറി വെയിൻ, പൾമണറി ആർട്ടറി ആണ്. നമ്മുടെ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ഹാർട്ടിൽ നിന്നും ലങ്സിലോട്ട് കൊണ്ടുപോകുന്ന ആരാണ് പൾമണറി ആർട്ടറി ആണ്. അപ്പൊ ഇവിടെ ഏതാണ് പൾമണറി ആർട്ടറി ആണ്. അത് ആ സൈഡിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ കേട്ടോ. ഇനി അടുത്ത് നോക്കി ഇവിടെ B ആണ് കൊടുത്തേക്കുന്നത്. B എന്താണ് ബോഡി ഓർഗൻസ്. നമ്മുടെ ഹാർട്ടിൽ നിന്നും ഓക്സിജൻ മറ്റേ ബ്ലഡിനെ എന്താണ് സർക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ് ഹാർട്ട് ടു ബോഡിയിലോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ B കാണിച്ചിരിക്കുന്നത്. ഇനി C എന്തായിരിക്കും പൾമണറി വെയിൻ ആണ്. അതായത് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ലങ്സിൽ നിന്നും ഹ്യൂമൻ ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്ന ആരാണ് നമ്മുടെ C എന്താണ് പൾമണറി വെയിൻ ആണ് C എന്ന് പറയുന്നത്. D എന്താണ് വീനക്കാവയാണ് D. അതായത് ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ എന്താണ് ബോഡിയിൽ നിന്നും കൊണ്ടുവരുന്ന ആരാണ് നമ്മുടെ ഈ വീനക്കാവയാണ്. അപ്പൊ A എന്താണ് പൾമണറി ആർട്ടറി, B എന്താണ് ബോഡി ഓർഗൻസസ്, C എന്താണ് പൾമണറി വെയിൻസസ്, D വീനക്കാവ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത സെറ്റ് ബിക്കകത്തും സിക്കകത്തൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് ഓർത്തിരിക്കും, ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തതാണ് അതും ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. 2 കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിനകത്ത് എന്താണ് കുറച്ച് ടേംസസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്യൂട്ടബിൾ ആയിട്ടുള്ളതിന് തമ്മിൽ മാച്ച് ചെയ്യിക്കണം. നോക്കിയ കോളം 1നകത്ത് ബുള്ളിഫോം സെൽസസും ഉണ്ട്, ഗട്ടേഷനും ഉണ്ട്. കോളം 2നകത്ത് എന്താ ഉള്ളത് സൈലം ഉണ്ട്, ഹൈഡത്തോട്സിസ് ഉണ്ട്, മോണോകോട്ട് ലീഫ് ഉണ്ട്, പാലിസൈഡ് പാരൻകൈമ ഉണ്ട്. അപ്പൊ ബുള്ളിഫോം സെൽസസ് എന്താണ് നമ്മുടെ മോണോകോട്ട് ലീഫിൽ മാത്രം കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് സെൽസസ് ആണ് എന്ത് ഈ ബുള്ളിഫോം സെൽസസ് എന്ന് പറയുന്നത്. നമ്മുടെ മോണോകോട്ട് ലീഫില് ട്രാൻസ്പിറേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഈ ബുള്ളിഫോം സെൽസ്. ഇത് എന്താണ് ചൂടൊക്കെ കൂടുമ്പോഴത്തേക്ക് ഈ ലീഫും ഈ പുല്ലിന്റെ ഒക്കെ ഓല ഇങ്ങനെ ചുരുണ്ടു വരും. അതിന്റെ കാരണം എന്താണ് ഈ ബുള്ളിഫോം സെൽസസ് ആണ് ഇതിന് സഹായിക്കുന്നത്. മെയിൻ ആയിട്ട് ഇവരുടെ ഉദ്ദേശം എന്താണ് ട്രാൻസ്പിറേഷൻ വാട്ടർ ലോസസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ ബുള്ളിഫോം സെൽസസ് എവിടെയാണ് കാണപ്പെടുന്നത് മോണോകോട്ട് ലീഫിലാണ് ബുള്ളിഫോം സെൽസസ് കാണുന്നത്. ഇനി അടുത്താണ് ഗട്ടേഷൻ. ഗട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള വാട്ടർ ഇങ്ങനെ ഒരു ഡ്രോപ്ലെറ്റിന്റെ ഫോമില് പ്ലാന്റിൽ നിന്നും പോകുന്നതാണ് ഗട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗട്ടേഷൻസ് നടക്കുന്ന ഏത് ഓർഗൻസ് ഹൈഡത്തോട്സ് വഴിയാണ് ഈ ഗട്ടേഷൻ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഗട്ടേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഏർലി മോർണിംഗിലൊക്കെ നമ്മൾ എഴുന്നേറ്റ് നോക്കുവാണെങ്കിൽ പ്ലാന്റ്സിന്റെ ലീവ്സിന്റെ ഒക്കെ തുമ്പത്തോട് നിറച്ച് ഇങ്ങനെ മഞ്ഞുതുള്ളി ഇരിക്കുന്നതാണ്. കുഞ്ഞു നമ്മൾ മഞ്ഞുതുള്ളി എന്ന് പറയും, വാട്ടർ ഡ്രോപ്സ് ഇരിക്കുന്നതാണ്. ഈ അതെന്താണ് ഈ ഗട്ടേഷൻ വഴി പ്ലാന്റിൽ നിന്നും വാട്ടറിനെ പുറത്തോട്ട് കളയുന്നത്. അത് എതിലാണ് ഈ ഹൈഡത്തോട്സിസ് വഴിയാണ് ഈ വാട്ടറിനെ പുറത്തോട്ട് കളയുന്നത്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ ഇതൊക്കെ. 2 മാർക്ക് കിട്ടും ഈ 2 എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ.
ഇനി ഇതാണ് എന്ത്, ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ പടം കാണുമ്പോഴത്തേക്ക് നമ്മൾ അന്തിച്ചു പോകും, ദൈവമേ ഇത് എന്നതാണ്. പക്ഷെ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ്, ഒരു DNA സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. Given below the structure of DNA, redraw the diagram and fill in the blanks. ഇതിന് ഇനി ട്യൂബേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നോക്കിയേ, ഇവിടെ എന്താണ്, കുറച്ച് പോർഷൻസ് ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, നമ്മൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് ഇത് റീഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ TGCA ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ്, നമ്മുടെ നൈട്രജൻ ബേസുകളാണ് അല്ലെ, പ്യൂരിൻസും പിരിമിഡിൻസും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് എന്താണ്, ഓരോ നട്സ്, ഒരു പ്യൂരിൻ എപ്പോഴും ആരുമായിട്ടാണ് പെയർ ചെയ്യത്തുള്ളൂ, ഒരു പിരിമിഡിനുമായിട്ടാണ് അല്ലെ പെയർ ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ ചർഗാഫ് റൂൾ പഠിക്കുന്നുണ്ട്, എപ്പോഴും എങ്ങനെയാണ്, ഒരു പ്യൂരിൻസ് ഒരു പിരിമിഡിനുമായിട്ടാണ് എപ്പോഴും പെയർ ചെയ്യത്തുള്ളൂ. അപ്പൊ നോക്കിയേ, എത്ര നൈട്രജൻ ബേസസ് ഉണ്ട്, അഡ്നിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, സൈറ്റോസിൻ, അങ്ങനെ 4 ടൈപ്പ് നൈട്രജൻ ബേസസ് ഉണ്ട്. അതിൽ 2 എണ്ണം പ്യൂരിനും 2 എണ്ണം പിരിമിഡിനുമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ നൈട്രജൻ ബേസസ് പെയർ ചെയ്ത് ഏതുമായിട്ടാണ് പെയർ ചെയ്തേക്കുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ തൈമിൻ കൊടുത്തിട്ടുണ്ട്. തൈമിൻ നേരെ ഓപ്പോസിറ്റ് ബ്ലാങ്ക് ആണ്. അപ്പൊ തൈമിൻ എപ്പോഴും ആരുമായിട്ടാണ് പെയർ ചെയ്യുന്നത്, അഡിനിനുമായിട്ടാണ് തൈമിൻ എപ്പോഴും പെയർ ചെയ്യുന്നത്. ടി എന്ന് പറയുന്നത് തൈമിൻ, എ അഡിനിൻ, ജി ഗ്വാനിൻ, സി സൈറ്റോസിൻ. എങ്ങനെയാട്ടോ, ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഓർത്തിരിക്കുക. ടി തൈമിൻ, എ എന്ന് പറയുന്ന അഡിനിൻ, ജി എന്ന് പറയുന്ന ഗ്വാനിൻ, സി എന്ന് പറയുന്നത് സൈറ്റോസിൻ. അപ്പൊ ടി എപ്പോഴും, അതായത് തൈമിൻ ഓൾവേസ് പെയർസ് വിത്ത് ആരുമായിട്ടാണ്, അഡിനിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. ഇനി ഗ്വാനിൻ എപ്പോഴും ആരുമായിട്ടാണ് പെയർ ചെയ്യുന്നത്, സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും ഇനി ഫില്ല് ചെയ്യാലോ. അപ്പം അഡിനിൻ ഈസ് ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ. അഡിനിൻ എപ്പോഴും ആരുമായിട്ടാണ്, തൈമിനുമായിട്ട് പെയർ ചെയ്യും. ഗ്വാനിൻ ആരുമായിട്ട് പെയർ ചെയ്യും, സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യും. ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ ട്രിക്ക് പറയാം, ATGC അങ്ങനെ ഓർത്തിരുന്നാൽ മതി, ATGC. ഇപ്പൊ ഇവിടെ നോക്കിയാൽ അഡിനിൻ കൊടുത്തിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡ് ബ്ലാങ്ക് ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് എഴുതണം, തൈമിൻ, ടി എഴുതണം. ഇവിടെ നോക്കിയാൽ സി കൊടുത്തിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡ് ബ്ലാങ്ക് ആണ്. അവിടെ എന്ത് എഴുതണം, ജി എഴുതണം, അതായത് ഗ്വാനിൻ എഴുതണം. സൈറ്റോസിൻ ഈസ് ഓൾവേസ് പെയർസ് വിത്ത് ഗ്വാനിൻ. നമ്മുടെ സൈറ്റോസിൻ ആരുമായിട്ടാണ്, ഗ്വാനിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്താണ് 23rd ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എനി 2 ഓഫ് ദി ഫോളോയിങ്. ഇതിനകത്ത് 4 സെന്റൻസ് 4 ടേംസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 എണ്ണത്തില് ഏതെങ്കിലും 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് 4 എണ്ണം നമുക്ക് നോക്കാം. ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, പ്രൈമേഴ്സ്, tRNA. ഈ 4 ടേം ഏതാണ്, നമ്മുടെ മോളിക്കുലാർ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ഈ 4 ടേം. അപ്പൊ ഏതൊക്കെയാണ്, ട്രാൻസ്ലേഷൻ ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, പ്രൈമേഴ്സ് ഉണ്ട്, tRNA ഉണ്ട്. അപ്പൊ ട്രാൻസ്ലേഷൻ എന്താണ്, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിനെയാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ is a process of protein synthesis. ഇവിടെ നോക്കിയേ, any 2 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. അപ്പൊ 2 മാർക്കിന്റെ ആവുമ്പോൾ ഇവിടെ 1 മാർക്ക് ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള 2 പോയിന്റോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അറിയത്തില്ലെങ്കിൽ ഒരു 3-4 പോയിന്റ് എഴുതണം ഒരെണ്ണത്തിന്. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ആ ഒരു 2 പോയിന്റ് തന്നെ എഴുതിയാൽ മതി. ട്രാൻസ്ലേഷൻ ആണെങ്കിൽ എന്താണ്, പ്രോസസ്, പ്രോട്ടീൻ സിന്തസിസ് പ്രോസസ് ആണ്. എവിടെയാണ് നടക്കുന്നത്, റൈബോസോമിൽ നടക്കുന്നു. ആരാ യൂസ് ചെയ്യുന്നത്, mRNA ആണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. The sequence of codon on mRNA is read and amino acids are joined together in the correct order to form a polypeptide chains. ഈ mRNA sequence code റീഡ് ചെയ്ത് കറക്റ്റ് അമിനോ ആസിഡ്സ് വന്ന് ജോയിൻ ചെയ്ത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാകുന്നു. Then tRNA molecules, ഈ tRNA molecules ആണ് എന്ത്, ഓരോ സ്പെസിഫിക് mRNA ബ്രിങ് ചെയ്ത് mRNA സ്പെസിഫിക് അമിനോ ആസിഡ്സിനെ ബ്രിങ് ചെയ്ത് mRNA ആയിട്ട് കോഡോൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഏകദേശം 24 ആണോ 23 ആണോ കറക്റ്റ് ഓർക്കുന്നത്, അത്രയും അമിനോ ആസിഡ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഓരോ അമിനോ ആസിഡ്സിനെയും ക്യാരി ചെയ്യുന്ന ഓരോ സ്പെസിഫിക് tRNA mRNA ആണ്. അപ്പൊ അതിനനുസരിച്ച് എന്താണ്, ഓരോ tRNA mRNA വന്ന് കോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയെങ്കിലും എഴുതുക. എന്താണ്, പ്രോട്ടീൻ സിന്തസിസ്, പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നതാണ് എന്ത്, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. എവിടെ വെച്ച് നടക്കുന്നു, റൈബോസോമിൽ വെച്ച് നടക്കുന്നു. അത് 2 എണ്ണമാണ് ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള 2 പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
Then next ആണ് transcription. എന്താണ് transcription? Synthesizing of RNA from DNA. നമ്മുടെ DNA യിൽ നിന്നും RNA നെ synthesize ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ്? നമ്മുടെ യൂക്കാരിയോട്സ് ന്യൂക്ലിയസിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. നോക്കി RNA polymerase enzymes ആണ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും ഓർത്തിരുന്നില്ലെങ്കിലും എന്തായാലും എഴുതണം. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതണം. സിന്തസൈസ് ഓഫ് RNA ഫ്രം DNA എവിടെ നടക്കുന്നു? ന്യൂക്ലിയസിൽ നടക്കുന്നു. ഇത്രയെങ്കിലും എഴുതുക. Then third one ആണ് പ്രൈമർ. എന്താണ് പ്രൈമർ? ഒരു ഷോർട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ് എന്ത്? പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. ഷോർട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ന്യൂക്ലിയോടൈഡ്സ്. നോക്കിയേ പ്രൈമർ എന്താണ്? ഷോർട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ്. DNA ആവാം RNA ആവാം. ഇതിൽ ഏതെങ്കിലും ആണ് പ്രൈമർ എന്ന് പറയുന്നത്. ഇവരെന്താണ്? നമ്മുടെ DNA സിന്തസൈസിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കാരണം നമ്മുടെ DNA പോളിമറൈസസിന് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുന്നത് എവിടെയാണ്? ഈ പ്രൈമറിലാണ് ഫസ്റ്റ് ആയി ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലബോറട്ടറിയിൽ DNA റെപ്ലിക്കേഷൻ നടത്തുമ്പോഴും ഈ പ്രൈമേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. Then last one ആണ് tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA. ഏതാണ്? നമ്മുടെ ആ മോളിക്കുലർ ഇൻഹെറിറ്റൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA നെ കുറിച്ച് പഠിക്കുന്നുണ്ട്. tRNA ഉണ്ട്, mRNA ഉണ്ട്, rRNA ഉണ്ട്, hnRNA ഉണ്ട്. അപ്പൊ അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എല്ലാത്തിനെ കുറിച്ചും ചോദ്യം വരാറുണ്ട്. അപ്പൊ tRNA എന്താണ്? ട്രാൻസ്ഫർ RNA എന്നാണ് tRNAക്ക് പറയുന്നത്. tRNA എന്താണ്? is a type of RNA helps in protein synthesis. പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്സ് ഓഫ് RNA ആണ് എന്ത്? ഈ tRNA എന്ന് പറയുന്നത്. ഇവരെന്താണ്? അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യുന്നു ടു റൈബോസം. ഡ്യൂറിങ് ട്രാൻസ്ലേഷന്റെ സമയത്ത് റൈബോസോമിലോട്ട് അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ആരാണ്? tRNAs ആണ്. ഓരോ tRNAs എന്താണ്? ഒരു ആന്റികോഡോൺ റീജിയൻ ഉണ്ട്. mRNAക്ക് കോഡോൺ ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ആന്റികോഡോൺ റീജിയൻ ഓരോ tRNAക്കും ഉണ്ട്. ഇത്രയാണ് tRNA. അപ്പൊ നോക്കി അവിടെ 4 ഉണ്ടായിരുന്നു. ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു, പ്രൈമർ ഉണ്ടായിരുന്നു, tRNA ഉണ്ട്. ഈ 4 ടേമും ഏതാണ്? നമ്മുടെ മോളിക്കുലർ ബയോളജി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ 4 ടേമും ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. Given below there is a section of ovari. Identify the spot A and B. ഇവിടെ നമ്മുടെ ഓവറിയുടെ ഒരു ഇമേജസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഇമേജ് നമ്മുടെ ടെക്സ്റ്റിൽ ഇതുപോലെ തന്നെയുണ്ട്. ഇതിനകത്ത് എയും ബിയും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എ എന്താണ്? ഗ്രാഫിക് ഫോളിക്കിൾ ആണ് എ. ബി എന്താണ്? കോർപ്പസ് ല്യൂട്ടം. ഇത്ര എഴുതുമ്പോൾ തന്നെ നമുക്ക് 2 മാർക്ക് കിട്ടും. ഇനി നോക്കിയേ, ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ആ പാസേജ് വായിച്ച് നോക്കിയിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. A is an association between maternal and fetal tissue. A എന്ന് പറയുന്ന സാധനം നമ്മുടെ അമ്മയുടെയും പിന്നെ അതുപോലെ തന്നെ ഫീറ്റൽ ടിഷ്യൂ, കുഞ്ഞിന്റെ ടിഷ്യൂ ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. B is the tough structure serve as a blood vascular connections between fetus and uterine wall. B എന്ന് പറയുന്നത് എന്താണ്? ഒരു ടഫ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അത് എന്താണ്? നമ്മുടെ ഫീറ്റസും യൂട്രൈൻ വാളുമായിട്ട് ഒരു ബ്ലഡ് വാസ്കുലർ കണക്ഷൻസ് കൊടുക്കുന്നത്. sac called is filled with a seed which D. നമ്മുടെ എമ്പുരി എന്താണ്? ഒരു സാക്കിനകത്ത് പൊതിഞ്ഞാണിരിക്കുന്നത്. അപ്പോൾ എന്താണ്? കുറച്ച് സംഭവം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതെന്താണ് ആൾ ചോദിക്കുന്നത്? അതെന്താണ്? ഒരു ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യുന്നു. നമ്മുടെ എമ്പുരി ഒരു ഡാമേജ് വരാതെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ A, B, C and D എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ് ഇത്? നമ്മുടെ എന്താണ്? റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനകത്താണ് പറയുന്നത്. അതായത് ഒരു നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കഴിഞ്ഞ് ഫെർട്ടിലൈസേഷന്റെ ആ ഒരു പോർഷനിൽ വരുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നോക്കിയേ, പ്ലസന്റയാണ് എന്ത്? അമ്മേനെയും കുഞ്ഞിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏതാണ്? പ്ലസന്റയാണ്. അപ്പൊ എ എന്താണ്? പ്ലസന്റയാണ്. ഇസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ടിഷ്യൂസ്. ബി എന്താണ്? അംബിലിക്കൽ കോഡാണ് ബി എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു ടഫ് സ്ട്രക്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സി എന്താണ്? ആ സാക്കിലേക്ക് സ്ട്രക്ചറിനകത്ത് ഫില്ല് ചെയ്ത് എന്താണ്? ആംനിയോട്ടിക് ഫ്ലൂയിഡ് ആണ് ഫില്ല് ചെയ്ത് കാണുന്നത്. ഓക്കെ, ഇതെന്താണ്? നമ്മുടെ ആ ഒരു സാക്കിനെ വിളിക്കുന്ന പേരാണ് അമ്നിയോൺ. സി അമ്നിയോൺ ആട്ടോ.
ഡി എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അപ്പൊ സി എന്താണ് അമ്നിയോൺ, ഇവിടെ സി ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സി അമ്നിയോൺ ആണ്, ഡി എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ്. ഇത് എന്താണ് ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, some people tends to take vitamins in excessive amount. Excessive intake of water soluble vitamins may not cause harm, but the excess amount of fat soluble ones are poisonous to body. നമ്മൾ എന്താ ചില ആൾക്കാർ എന്താണ് കുറെ വൈറ്റമിൻസ് ഇങ്ങനെ കഴിക്കും. അപ്പൊ എന്താണ് ഇവരിനകത്ത് പറയുന്നത്, വാട്ടർ സോളുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഒരുപാട് കഴിച്ചാലും ബോഡിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ് ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് പോയിസണസ് ആണ്. അപ്പം രണ്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു സെന്റൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, വാട്ട് ഈസ് ഹൈപ്പർ വൈറ്റമിനോസിസ് ആൻഡ് നെയിം ടു ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ്. എന്താണ് ഹൈപ്പർ വൈറ്റമിനോസിസും ഏതെങ്കിലും രണ്ട് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസിന്റെ പേര് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ഹൈപ്പർ വൈറ്റമിനോസിസ്? ഈ ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ തന്നെയുണ്ട്. എന്താണ് excessive intakes of vitamins, especially fat soluble ആയിട്ടുള്ള vitamins excessive intake നെയാണ് എന്താ നമ്മൾ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്നത്. then അടുത്ത ക്വസ്റ്റ്യൻ ആണ്, name any two fat soluble vitamins. ഏതെങ്കിലും രണ്ട് fat soluble vitaminsന്റെ പേര് എഴുതാനുണ്ട്. വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ആണ് എന്ത് രണ്ട് fat soluble vitamins. ഓക്കെ, ഹൈപ്പർ വൈറ്റമിൻസ് എന്താണ് എക്സസീവ് ഇൻടേക്ക്, അതായത് അധികമായിട്ട് വൈറ്റമിൻസ് എസ്പെഷ്യലി എന്താണ് ഫാറ്റ് സോളുബിൾ ആയിട്ട് വൈറ്റമിൻസ് അധികമായിട്ട് എടുക്കുന്നതാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്നത്. ഇതെന്താണ് നമ്മുടെ ലിവറിലും ഫാറ്റ് ടിഷ്യൂസിലൊക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ടോക്സിക് ലെവലിലോട്ട് എത്തി. അമിതമായാൽ അമൃതം വിഷം എന്ന് പറയത്തില്ല, അതുപോലെ അമിതമായിട്ടുണ്ടെങ്കിൽ എന്താണ് അത് പോയിസണസ് ആയിട്ട് മാറും. two fat soluble vitamins ആണ് വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ ഡി. അടുത്തതാണ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, red green color blindness is a sex-linked disorder. Observe the flowchart and of the disease as given below. ഇവിടെ കൊടുക്കുന്നത് കളർ ബ്ലൈൻഡ്നസ് ഡിസീസ് ആണ്. ഇതിന് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നോക്കിയേ, which parents is contributing the gene for color blindness to offspring? ഇതിൽ ഏത് പേരന്റ് ആണോ ഓഫ്സ്പ്രിങ്ങിന് കളർ ബ്ലൈൻഡ്നസ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? പിന്നെ which are the what are the chances of doctors showing the diseases to these parents? പേരൻസിൽ നിന്ന് ഈ കുട്ടിക്ക് അല്ലെങ്കിൽ മകൾക്ക് എന്താണ് ഈ ഒരു രോഗം വരാനുള്ള ചാൻസസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് പേരൻസ്, ഏത് പേരന്റ് ആണ് കളർ ബ്ലൈൻഡ്നസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഈ കളർ ബ്ലൈൻഡ്നസ് എന്താണ് ഒരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ട്രൈറ്റ് ഫൗണ്ട് ഇൻ എക്സ് ക്രോമസോം. എക്സ് ക്രോമസോമിലാണ് ഇതിന്റെ ഒരു പർട്ടിക്കുലർ ജീന് കാണുന്നത്. എക്സ് ക്രോമസോം എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഗമേറ്റ്സ് ആണ് എക്സ് ക്രോമസോം കാണുന്നത് അല്ലെ. മെയിൽ ഗമേറ്റ്സ് കാണപ്പെടാറുണ്ട്. മെയിൽ ഗമേറ്റ്സിനും ഫീമെയിൽ ഗമേറ്റ്സ്, മെയിൽ എന്താണ് എക്സ് വൈയും ഫീമെയിൽ എന്താണ് എക്സ് എക്സും ആണ് അല്ലെ. അപ്പൊ നോക്കിയേ, കളർ ബ്ലൈൻഡ്നസ് എന്താണ് സെക്സ് ലിങ്ക്ഡ് ഡിസീസ് ആണ്. അപ്പൊ അവിടെ എന്താണ് എക്സ് ക്രോമസോമിലാണ് ഒരു പർട്ടിക്കുലർ ജീൻ ഉള്ളത്. അപ്പൊ നോക്കിയേ, മദറിൽ നിന്ന് എന്താണ് മദർ passes one of other two X chromosome to both the son and daughter. മദർ അമ്മയിൽ നിന്ന് എന്താണ് അമ്മയിലുള്ള രണ്ട് എക്സ് ക്രോമസോം ഒരെണ്ണം എന്താണ് ഒന്നുകിൽ മകനിലോട്ടോ അല്ലെങ്കിൽ മകളിലോട്ടോ പാസ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ മദർ ആണ് എന്ത് ഈ കളർ ബ്ലൈൻഡ്നസ് ജീൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാരണം മദർ ആണ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം എന്താണ് ഇതൊരു എക്സ് ലിങ്ക്ഡ് ഡിസീസ്, എക്സ് ക്രോമസോമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ഡിസീസ് ആണ്. ഈ എക്സ് ക്രോമസോം രണ്ട് എക്സ് ക്രോമസോം കാണുന്നത് എവിടെയാണ്? നമ്മുടെ അമ്മയിൽ, അതായത് ഫീമെയിൽസിലാണ് കാണുന്നത്. മെയിൽസ് ഒരു എക്സും ഒരു വൈയും ആണ് മെയിൽസ് കാണുന്നത്. അപ്പൊ കുഞ്ഞുണ്ടാകുമ്പോൾ എന്താണ് ആ കുഞ്ഞ് ഒന്നുകിൽ മകനിലോട്ടോ അല്ലെങ്കിൽ മകളിലോട്ടോ എന്താണ് ഒരു എക്സ് ക്രോമസോംസ് വഴി ഈ ഒരു ഡിസീസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് മദർ ആണ് ഇവിടെ കോൺട്രിബ്യൂട്ടർ ആയിട്ട് വരത്തുള്ളൂ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ചാൻസ് ഓഫ് ഡോക്ടേഴ്സ് ഷോവിങ് ഡിസീസസ്? ഡോക്ടറിന് ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ്. ജീൻ കംസ് ഫ്രം മദറിൽ നിന്നും ജീൻസ് വരുന്നു ആൻഡ് ഡോക്ടേഴ്സ് വിൽ ഓൺലി ഷോ ദ ഡിസീസ്. എന്താണ് മകളാണ് ഈ ഡിസീസ് കാണിക്കുന്നത്. കാരണം എന്താണ് മകൻ എന്താണ് ഒരു എക്സും വൈയും വരെ, അപ്പൊ ചിലപ്പോൾ മകന് ഡിസീസ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ എന്താണ് ഈ ഡോക്ടറിന് എന്താണ് ഈ ഒരു എക്സ് ക്രോമസോം വഴി എന്താണെങ്കിലും അമ്മയിൽ നിന്നും മകളിലോട്ട് ഈ ഒരു ഡിസീസസ് ഇൻഹെറിറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ജനറ്റിക്സിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്.
ഇനി അടുത്തതാണ് 28th question ആണ്. Given below the sequences to succession of communities in the habitat. The gap A and B is appropriate answer. എന്നൊരു ഹാബിറ്റാറ്റിനെ സംബന്ധിച്ച് അതായത് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി വരുന്നതാണ് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് എന്താണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള കുഞ്ഞു പ്ലാന്റ്സ്, അത് കഴിഞ്ഞ് എന്താണ് ഹയർ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ അങ്ങനെ ഒരു ഫുൾ ഒരു കമ്മ്യൂണിറ്റി ഒരു എക്കോസിസ്റ്റം ഉണ്ടായി വരുന്ന ഒരു ഫ്ലോ ചാർട്ട്. അതാണ് നമ്മൾ സക്സഷൻ നമ്മൾ പറയുന്നതാണല്ലോ. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോളജിക്കകത്ത് ആ ഒരു ചാപ്റ്ററിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിയാൽ ആ ഒരു ഫ്ലോ ചാർട്ട് ആണ് കൊടുക്കുന്നത്. ബ്ലൂ ഗ്രീൻ ആൽഗെ, പിന്നെ അവിടെ ഒരു ഫില്ലിയാണ്, പിന്നെ ബ്ലൂ ഗ്രീൻ ആൽഗെ കഴിഞ്ഞ പിന്നെ മോസസ്, ഹെർബ്സ്, പിന്നെ ഫില്ലിയണം, ട്രീസ്. ഇവിടെ ഫില്ലിയൻ എന്താണ് എ എന്താണ് ബ്ലൂ ഗ്രീൻ ആൽഗെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആരാണ് ലൈക്കൺസ് ആണ് ഉണ്ടാകുന്നത് അല്ലെ. ലൈക്കൺസ് എന്താണ് അസോസിയേഷൻ ആൽഗയുടെയും ഫംഗസിന്റെ ഒരു അസോസിയേഷൻ ആണ് എന്ത് ലൈക്കൺസ് എന്ന് പറയുന്നത്. ഈ ലൈക്കൺസ് ഉണ്ടാകും. ലൈക്കൺസിന്റെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും മോസസ് ഉണ്ടായി. മോസസ് എന്താണ് ബ്രയോഫൈറ്റ് അല്ലെ മോസസ്. അപ്പൊ ലൈക്കൺസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് എന്താണ് മോസസ് ഉണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് ഹെർബ്സ് കുഞ്ഞു ചെടികൾ ഉണ്ടായി. അത് കഴിഞ്ഞ് കുറച്ചുകൂടി വലിയ സ്hrubs ചെടികൾ ഉണ്ടായി. അത് എന്താണ് ട്രീസ് ഉണ്ടായി. ഓക്കെ, പിന്നെ അടുത്തത് സെക്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ 29 തൊട്ട് 37 വരെയുള്ള ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ ആൻസർ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇത് എന്താണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ നോക്കിയേ 29th ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കിയേ. Write the name of 2 organisms belongs to each one of the following groups. ഇവിടെ രണ്ട് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഗ്രൂപ്പ്സിനകത്ത് വരുന്ന രണ്ട് ഓർഗാനിസത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അനിമൽ കിണ്ടത്തിനകത്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. തൊട്ടിരുന്ന ഗ്രൂപ്പ് ഏതാണ്? ആർത്രോപോഡയും ഏവ്സും ആണ്. ഏവ്സ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ പക്ഷികളുടെ ഫാമിലിയാണ് എന്താ അല്ലെങ്കിൽ പക്ഷികൾ അടങ്ങുന്ന കിണ്ടാണ് ഏവ്സ് വരുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും രണ്ട് പക്ഷികളുടെ പേര് എഴുതി വെച്ചാൽ മതി. നമ്മൾ ക്രോയോ പാരറ്റോ ഏതെങ്കിലും രണ്ട് പക്ഷികൾ. ആർത്രോപോഡ ആരാണ്? നമ്മുടെ ഈ ബീറ്റിൽസ് ആൻഡ് വീബിൾസ്, അതായത് ഷെല്ലുള്ള ബീറ്റിൽസ്, വണ്ടും അത് പിന്നെ അതുപോലെ തന്നെ പാറ്റ ഇവരൊക്കെ വരുന്ന ഫാമിലി കിണ്ടം ഉണ്ടല്ലോ, അതാണ് ആർത്രോപോഡൻ ഗ്രൂപ്പ്സ്. അപ്പൊ നമുക്ക് ഏതാണ്? നമുക്ക് കോക്രോച്ച് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബീറ്റിൽസോ വീബിൾസോ എഴുതാം. നമുക്ക് ഇത് രണ്ടിൽ ഏതിലേതെങ്കിലും രണ്ട് എക്സാമ്പിൾ ഓർഗാനിസത്തിന്റെ പേര് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് 13th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടിഷ്യൂ ബിയേഴ്സ് ദി ഫോളോവിങ് ക്യാരക്ടേഴ്സ്? ഇതിൽ ഏത് ടിഷ്യൂ ആണ് ഈ പറയുന്ന ക്യാരക്ടേഴ്സസ് കാണുന്നത്? സ്മോൾ ആൻഡ് കോമ്പാക്ട്ലി പാക്ഡ് സെൽസ് വിച്ച് ഡിവൈഡ് കണ്ടിന്യൂസ്ലി. ചെറുതും കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള സെൽസും അവരെന്താണ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യുന്നവരാണ്. അതൊരു ടിഷ്യൂന്റെ ക്യാരക്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതാണ് എൻഡുവാൾസസ് ഓപ്പൺ ആൻഡ് സെൽസ് ജോയിൻ ടു ഫോം എ ലോങ് ട്യൂബ് ഹാവിംഗ് ഡെഡ് സെൽ വാൾ. ഇവരെന്താണ് എൻഡുവാൾസസ് ഓപ്പൺ ആയിരിക്കും, അതുപോലെ തന്നെ ഒരു ലോങ് ട്യൂബ് വഴി സെൽസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകുന്നു. അപ്പൊ ഇത് രണ്ടും ഏത് ടിഷ്യൂസിന്റെ ക്യാരക്ടർ ആണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ആണ് എന്താണ് സ്മോൾ ആൻഡ് കോമ്പാക്ട്ലി പാക്ഡ് സെൽസ് വിച്ച് ഡിവൈഡ് കണ്ടിന്യൂസ്ലി. ചെറുതും കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള സെൽസും ആണ്. അവരെന്താണ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള സെൽസ് ആരാണ്? മെരിസ്റ്റമാറ്റിക് സെൽസസ് ആണ്. എന്താ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള സെൽസസ് മെരിസ്റ്റമാറ്റിക് സെൽസസ് ആണ്. ഓക്കെ, പിന്നെ ഒന്നാം എയുടെ ആൻസർ എന്താണ്? മെരിസ്റ്റമാറ്റിക് സെൽസസ്. ദെൻ ബി ആണ് എൻഡുവാൾസ് ഓപ്പൺ ആൻഡ് സെൽസ് ജോയിൻ ടു ഫോം എ ലോങ് ട്യൂബ് ഹാവിംഗ് എ ഡെഡ് സെൽ വാൾ. അതെന്താണ്? നമ്മുടെ സൈലം വെസലിന്റെ ക്യാരക്ടർ ആണ് ഇവിടെ ബിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്താണ് 31 ക്വസ്റ്റ്യൻസ്. 31ല് why are bacteria called monirrhenses? Support your answer giving any two characters. എന്തുകൊണ്ടാണ് ബാക്ടീരിയനെ monirrhenses എന്ന് വിളിക്കുന്നത്? അപ്പൊ അതിനുള്ള രണ്ട് റീസൺസ് എന്താണ് പറയുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം monirrhens എന്താണ്? prokaryotes ആണ്. most of them are unicellular. ഇത് രണ്ടും എന്താണ്? ബാക്ടീരിയക്ക് ആപ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ബാക്ടീരിയസിനെ എന്താണ് monirrhenses ആയിട്ടാണ് കണക്കാക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഓർക്കോസ് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതി വെച്ചാൽ മതി.
Maize is a monocot plant. Maize ഒരു monocot plant ആണ്. അതിന് valid ആയിട്ടുള്ള 2 reason എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, നമ്മൾ ഓൾറെഡി മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ അകത്ത് ഒരു monocot പ്ലാന്റിന്റെ ഒരു ക്യാരക്ടർ പഠിച്ചായിരുന്നു. എന്താണ്? bulliform സെൽസിന്റെ പ്രസൻസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ bulliform സെൽസ് ഉണ്ടെന്ന് എഴുതാം. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ക്രാൻസ് അനാട്ടമി കാണിക്കുന്നുണ്ടെന്ന് എഴുതാം. പിന്നെ മോണോകോട്ടിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു 3-4 ക്യാരക്ടർ എഴുതി വെച്ചാൽ മതി. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉണ്ട്, ലീഫ് ഷീത്ത് കാണപ്പെടുന്നുണ്ട്, bulliform സെൽസ് കാണപ്പെടുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു 4 ക്യാരക്ടേഴ്സ് എന്തെങ്കിലും വെച്ചെങ്കിൽ മോണോകോട്ട് പ്ലാന്റിന്റെ ഒരു 4 ക്യാരക്ടർ ഇതിനകത്ത് എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. With the help of a lined diagram only, show the structural component of the habitat. നമ്മുടെ ഹാബിറ്റാറ്റിന്റെ ഒരു സ്ട്രക്ചറൽ കമ്പോണന്റ് ആണ്. നോക്കിയാൽ ഹാബിറ്റാറ്റ് അപ്പൊ നോക്കി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എബയോട്ടിക് കമ്പോണന്റ് എന്നും ബയോട്ടിക് കമ്പോണന്റ് എന്നും. എബയോട്ടിക് കമ്പോണന്റ് എന്താണ്? നോൺ ലിവിങ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് എബയോട്ടിക് കമ്പോണന്റ്. ഇനി ബയോട്ടിക് കമ്പോണന്റ് എന്താണ്? ലിവിങ് ആയിട്ടുള്ള കമ്പോണന്റിനാണ് ബയോട്ടിക് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഈ എബയോട്ടിക് കമ്പോണന്റ് പിന്നെ ഡിവൈഡ് ചെയ്യുന്നത് ലൈറ്റ്, ടെമ്പറേച്ചർ, സോയിൽ ഇതൊക്കെ എന്താണ്? എബയോട്ടിക് കമ്പോണന്റ് ആണ്. ബയോട്ടിക് കമ്പോണന്റ് അഗൈൻ ഇസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. അതായത് നമ്മുടെ ലിവിങ് തിങ്സസ്, പ്ലാന്റ്സ്, ആനിമൽസ്, ബാക്ടീരിയ, ഫംഗസ് അങ്ങനെയുള്ള ലിവിങ് തിങ്സസ് ആണ് എന്ത്? ബയോട്ടിക് കമ്പോണന്റിനകത്ത് വരുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. How do immigration and emigration affect the existing population density? ഒരു population density നെ ഇമിഗ്രേഷനും എമിഗ്രേഷൻസും എങ്ങനെ അഫക്ട് ചെയ്യുന്നു? നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോളജിക്കകത്ത് ഇതിന്റെ ആൻസർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇമിഗ്രേഷനും എമിഗ്രേഷനും എന്താണ്? പോപ്പുലേഷൻ, അതായത് ഹാബിറ്ററ്റിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് സാധ്യതയുണ്ട്. ഇമിഗ്രേഷൻ എന്താണ്? when new individuals enter a population. പുതിയ ഇൻഡിവിജ്വൽസ് എന്താണ്? നമ്മുടെ പോപ്പുലേഷൻസിനകത്തോട്ട് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിലോട്ട് എൻറ്റർ ചെയ്യുവാണെങ്കിൽ അവിടെ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അടുത്താണ് എമിഗ്രേഷൻ. എമിഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ നിന്നും ഇൻഡിവിജ്വൽസ് ലീവ് ചെയ്തു അവരിങ്ങനെ പുറകോട്ട് പോകും വേറെ സ്ഥലത്തോട്ട്. അപ്പൊ എന്താണ്? അവിടെ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പൊ ഇമിഗ്രേഷനും എമിഗ്രേഷനും പോപ്പുലേഷൻ ഡെൻസിറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യാനുമായിട്ടുള്ള സാധ്യതയുണ്ട്. ഇമിഗ്രേഷൻ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കും. എമിഗ്രേഷൻ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യിപ്പിക്കും. ഒരു ക്വസ്റ്റ്യൻ ആണ്. A rapidly growing population has a greater number of individuals of a reproductive age. What are the growth pattern of the populations if more pre-reproductive individuals are present in populations? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു rapidly growing populationsനകത്ത് reproductive ageലുള്ള individuals ഒരുപാടുണ്ട്. What is the growth pattern of ഈ ഒരു populationsന്റെ growth pattern എങ്ങനെയാണ്? If more pre-reproductive individuals are present in the populations. Pre-reproductive individuals, ന്റെ എണ്ണം ആ ഒരു പോപ്പുലേഷൻസിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോപ്പുലേഷൻസിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? ആൻസർ നോക്കിയേ. മോർ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്, അതായത് പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് റീപ്രൊഡക്റ്റീവ് ഏജിലോട്ട് എത്തുന്നവരാണ് എന്ത്? പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. അവിടെ ഗ്രോത്ത് പാറ്റേൺ എങ്ങനെയാണ്? റാപ്പിഡ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പാൻഡിങ് ഗ്രോത്ത് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ റീപ്രൊഡക്റ്റീവ് ഏജിലോട്ട് എത്തുന്നു. അപ്പൊ എന്താണ്? അവിടെ റീപ്രൊഡക്ഷൻസ് കൂടും. റീപ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്ക് എന്താണ്? ന്യൂ വൺസസ് ഒരുപാട് ഉണ്ടാകും. അങ്ങനെ എന്താണ്? ആ ഒരു പോപ്പുലേഷൻ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഉള്ള ഒരു പോപ്പുലേഷന്റെ അവസ്ഥയാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 34 എന്താണ്? ടെട്രാസൈക്ലിൻ ഈസ് എ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്. വൈ ഡു വി സേ സോ? വാട്ട് ഈസ് ദി സോഴ്സ് ഓഫ് ഇറ്റ്? ടെട്രാസൈക്ലിൻ എന്താണ്? ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന്റെ സോഴ്സ് എന്താണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? ടെട്രാസൈക്ലിൻ ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. ഇതെന്താണ്? കാരണം ഒരുപാട് മൈക്രോ ഓർഗാനിസത്തിന്
എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു ടെട്രാസൈക്ലിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും ആയിട്ടുള്ള ബാക്ടീരിയാസിനെ ഒരുപോലെ എന്താണ് ബാക്ടീരിയാസിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ്, ഒരു പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം അല്ല, ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ് ഈ ടെട്രാസൈക്ലിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ടെട്രാസൈക്ലിൻ ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. പിന്നെ എവിടുന്ന് ഇതിനെ എടുക്കുന്നു എന്നുള്ളത്, നമ്മുടെ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ സ്ട്രെപ്റ്റോമൈസസ് ഓറിയോഫൈസസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയിൽ നിന്നാണ് ഈ ഒരു ടെട്രാസൈക്ലിൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫുൾ ബൈനോമിയൽ അല്ലെങ്കിൽ സയന്റിഫിക് നെയിം പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്ട്രെപ്റ്റോമൈസസ് സ്പീഷ്യസ് എന്ന് ഓർത്തിരുന്നാലും മതി. സ്ട്രെപ്റ്റോമൈസസ് ഓറിയോഫൈസസ് എന്നാണ് ആ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയയുടെ പേര്, അല്ലെങ്കിൽ എന്താണ് സ്ട്രെപ്റ്റോമൈസസ് സ്പീഷ്യസ് എന്ന് ഓർത്തിരുന്നാലും മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നെയിം 2 type of enzymes produced in large scale through genetic engineering. Mention one use of each enzymes. അതായത് ലാർജ് സ്കെയിലിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൂടെ ഇൻഡസ്ട്രിയൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 എൻസൈമിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതാണ് ഇവിടെ ഞാനിപ്പോ കൊടുത്തിരിക്കുന്നത് റെനിനും അമലൈസും ആണ്. റെനിൻ എന്താണ് ചീസ് ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്നതാണ്. അമലൈസിസ് എന്താണ് സ്റ്റാർച്ച് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അതെന്താണ് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് 2 hormones produced in large scale. ഇവിടെ എന്താണ് എൻസൈം മാറി ഹോർമോണിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. റീകോംബിനന്റ് DNA ടെക്നോളജി വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോണിന്റെ പേര് എഴുതുക. അതുപോലെ നെയിം 1 ഇവരുടെ തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻസ് എന്താണെന്ന് എഴുതുക. അപ്പൊ നോക്കിയാൽ ഒന്ന് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഡയബറ്റിസ് മിലിറ്റസ് ട്രീറ്റ് ചെയ്യുന്നത്, അതായത് ഷുഗർ പേഷ്യൻസിലാണ് ഇൻസുലിൻ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണ് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ. എവിടെയാണ് ഡ്വാർഫിസം ട്രീറ്റ് ചെയ്യുന്നതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഈ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ യൂസ് ചെയ്യുന്നുണ്ട്. 36 ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 4 important function of proteins in our body. നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻസിന് 4 ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്താ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എന്ത് പ്രോസസ് നടക്കുന്നതിലും പ്രോട്ടീൻസ് ഇൻവോൾവ് ആവണം. അപ്പൊ നോക്കിയേ, ഒന്നാണ് ട്രാൻസ്പോർട്ട് ഫംഗ്ഷൻസ്. ചില പ്രോട്ടീൻസ് എന്താണ് ചില സബ്സ്റ്റൻസ്, അതായത് ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീൻ ആണ്, ഓക്സിജനെ ക്യാരി ചെയ്യുന്നതിന് സഹായിക്കുന്നു. അപ്പൊ എന്താണ് ട്രാൻസ്പോർട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അതായത് ചില സബ്സ്റ്റൻസസ് ബോഡിയിലെ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. സ്ട്രക്ചറൽ ഫംഗ്ഷൻസ്, കൊളാജനും കെരാറ്റിനും എന്താണ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ആണ്. ഇവരെന്താണ് നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്തും സപ്പോർട്ടും, അതായത് സ്കിന്ന് ഹെയർ നെയിലിനൊക്കെ എന്താണ് ഈ കൊളാജനും കെരാറ്റിനും സപ്പോർട്ട് കൊടുക്കുന്നു. അതിനടുത്താണ് എൻസൈമാറ്റിക് ഫംഗ്ഷൻ. ഇവരെന്താണ് ഒരുപാട് എൻസൈംസ് എന്താണ് പ്രോട്ടീൻസ് ആണ്. ഇവരെന്താണ് അമലേസ്, പെപ്സിന്, ലിപ്പേസസ് ഇവരെന്താണ് എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഡിഫക്റ്റീവ് ഫംഗ്ഷൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്താണ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്. ഇവരെന്താണ് നമ്മുടെ ബോഡിയെ ഇൻഫെക്ഷൻസിൽ നിന്നും ഡിസീസുകളിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യും. അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്, അടുത്ത ഓർ ക്വസ്റ്റ്യൻ ആണ്, ബ്രെയിൻ ഈസ് കവേർഡ് ബൈ 3 മെംബ്രെയിൻ ഈസ് കോൾഡ് ഡാഷ് ആൻഡ് ദ സ്പേസ് ബിറ്റ്വീൻ ദം ഈസ് ഫിൽഡ് വിത്ത് ഡാഷ് ഫ്ലൂയിഡ്. നമ്മുടെ ബ്രെയിനെ കവർ ചെയ്ത് കാണുന്ന മെംബ്രെയിന്റെ പേരാണ് ചോദിച്ചത്. ഏതാണ് മെനിഞ്ചസ് ആണ് ആ ഒരു മെംബ്രെയിൻ. ആ ഒരു ഇവരിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് ഏതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ് അതിൽ കാണുന്ന ഫ്ലൂയിഡ്. ഓക്കെ, ഈ 2 വേർഡ് എഴുതിയാൽ തന്നെ നമുക്ക് എത്ര 2 മാർക്കാണ് കിട്ടാൻ പോണത്. നമ്മുടെ സെക്ഷൻ ഡിയിലോട്ട് വന്നു 3 മാർക്കാണ് സെക്ഷൻ ഡിക്കകത്ത്. ഇവിടെ 38ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 41ാമത്തെ ക്വസ്റ്റ്യൻ വരെ എന്താണ് സെക്ഷൻ ഡി ആണ്. ഇവിടെ എങ്ങനെയാണ് 38ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, draw any diagram of a typical bisexual dicotyledons flowers and label its 4 whorls. നമ്മുടെ ഒരു ടിപ്പിക്കൽ ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു ഡൈക്കോട്ടിലെഡൻസ് ഫ്ലവറിന്റെ പടം വരച്ച് ലേബിൾ ചെയ്താണ് പറയുന്നത്. ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക ഏതാണ് നമ്മുടെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരു ഫ്ലവറിൽ തന്നെ നമ്മൾ നോട്ട് ചെയ്യണം. യൂണിസെക്ഷൽ എന്ന് പറയുമ്പോൾ ഏതാണ് ഒന്നെങ്കിൽ മെയിലോ
അല്ലെങ്കിൽ ഫീമെയിലോ ഫ്ലവർ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആൻഡ്രീഷ്യം മാത്രമുള്ള ഒരു ഫ്ലവർ, അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രമുള്ള ഒരു ഫ്ലവർ ആയിരിക്കണം. എങ്ങനെയാണ് ഇവിടെ ഒരു ബൈസെക്ഷൽ ഫ്ലവർ, ഞാനിപ്പോ ഇവിടെ ചെമ്പരത്തിലെ ഒരു ഫ്ലവർ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ 4 വേൾഡ്സ്, നമ്മൾ ശരിക്കും വേൾഡ്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം, എസെൻഷ്യൽ വേൾഡ്സ് എന്നും നോൺ എസെൻഷ്യൽ വേൾഡ്സ് എന്നും. എസെൻഷ്യൽ വേൾഡ്സ് എന്ന് പറയുമ്പോൾ ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. നോൺ എസെൻഷ്യൽ വേൾഡ്സ് എന്ന് പറയുന്നത് പെറ്റലും സെപ്പലും. ഇവിടെ നോക്കിയാൽ നമ്മുടെ പെറ്റൽ ഉണ്ട്, സെപ്പൽ ഉണ്ട്, പിന്നെ നമ്മുടെ ഗൈനീഷ്യത്തിന്റെ പാർട്ടായ ഓവറി കാണുന്നുണ്ട്, സ്റ്റിഗ്മ സ്റ്റൈൽ എല്ലാം കാണിച്ചിട്ടുണ്ട്, പിന്നെ ആൻഡ്രീഷ്യത്തില് ആന്തറും ഫിലമെന്റും കാണിച്ചിട്ട് നമ്മുടെ ചെറിയ ക്ലാസ് തൊട്ടേ ഈ ഒരു ഫ്ലവറിന്റെ സ്ട്രക്ചർ പഠിക്കുന്നതാണ്. എത്രയാണ്? 3 മാർക്കാണ് ഇത്രയും ചെയ്യുന്നതിന്. ഈ പടം വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പടം വരയ്ക്കുന്നത് നീറ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ലേബൽ ചെയ്യുമ്പോഴും എന്താണ്, നീറ്റ് ആയിട്ട് ലേബൽ ചെയ്തോണം. ഇനി ലേബൽ ചെയ്യുന്ന തെറ്റിയും പോകരുത് കേട്ടോ. ലേബൽ ചെയ്തേക്കുന്ന തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് അപ്പടിയേ പോകും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 39. Write the name of one surgical method of contraception carried on human males. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. Explain how it is performed. അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനകത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ബുക്ക് 2-നകത്ത്, ആ ഒരു ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? കോൺട്രാസെപ്ഷൻസിന് ഹ്യൂമൻ മെയിൽസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് യൂസ് ചെയ്യുന്നത്. അതായത് ബർത്ത് കൺട്രോൾ മെത്തേഡ് ആണ്. കോൺട്രാസെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബർത്ത് കൺട്രോൾ മെത്തേഡ് ആണ് ഇവിടെ യൂസ് പറയുന്നത്. ഹ്യൂമൻ മെയിൽസിൽ എന്താണ് ചെയ്യുന്നത് എന്നാണ്. ഏതാണ് ഹ്യൂമൻ മെയിൽസിൽ ചെയ്യുന്നത്? വാസെക്ടമി ആണ് ഹ്യൂമൻ മെയിൽസിൽ ചെയ്യുന്ന ബർത്ത് കൺട്രോൾ മെത്തേഡ്. സർജിക്കലി ചെയ്യുന്നത് വാസെക്ടമി ആണ്. ഫീമെയിൽസിൽ ഏതാണ്? ട്യൂബെക്ടമി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇവിടെ വാസെക്ടമിയിൽ എന്താണ്? നമ്മുടെ വാസ് ഡിഫറൻഷ്യ എന്താണ്? നമ്മുടെ എല്ലാം മെയിൽസിന്റെ വാസ് ഡിഫറൻഷ്യ എന്താണ്? കട്ട് ചെയ്ത് ടൈ ചെയ്യുകയോ സീൽ ചെയ്യുകയോ ചെയ്യുന്നു. വാസ് ഡിഫറൻഷ്യ ഏതാണ്? സ്പേംസിനെ ക്യാരി ചെയ്യുന്ന ട്യൂബ് ആണ് ഇത് വാസ് ഡിഫറൻഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാസ് ഡിഫറൻഷ്യ എന്താണ്? കട്ട് ചെയ്ത് ടൈ ചെയ്യുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മുടെ ഈ സ്പേം സെമനുമായിട്ട് ഇജാക്കുലേഷൻ സമയത്ത് ഈ സ്പേം എന്താണ്? സെമനുമായിട്ട് മിക്സ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. അതെന്താണ്? ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതും സേഫ് ആയിട്ടുള്ളതും ഒരു മെത്തേഡ് ആണെന്ത്? ഈ ഒരു വാസെക്ടമി എന്ന് പറയുന്ന മെത്തേഡ്. അപ്പൊ മെയിൽസിലെ കോൺട്രാസെപ്ഷൻ, സർജിക്കൽ കോൺട്രാസെപ്ഷൻ ഏതാണ്? വാസെക്ടമി ആണ്. ഫീമെയിൽസിലെ ട്യൂബെക്ടമി ആട്ടോ. ഫെലോപ്പിയൻ ട്യൂബ് ആണ് അവിടെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വിടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 39. Write the name of one contraception. കണ്ടോ, ഫീമെയിൽസിന്റെ കോൺട്രാസെപ്ഷൻ ഏതാണ്? ട്യൂബെക്ടമി ആണ്. എവിടെയാണ്? ഫലോപ്പിയൻ ട്യൂബ് ആണ് കട്ട് ചെയ്ത് ടൈ ചെയ്യുന്നത്. ഇവിടെ എന്താണ്? എഗ് ഓവറിൽ നിന്നും റിലീസ് ചെയ്ത് നമ്മുടെ സ്പേമുമായിട്ട് മീറ്റ് ചെയ്യുന്നതാണ് പ്രിവെന്റ് ചെയ്യുന്നത്. ശരിക്കും എന്താണ്? ട്യൂബെക്ടമി ചെയ്താൽ ഓവുലേഷൻ നടക്കും, പക്ഷെ എഗ് എന്താണ്? നമ്മുടെ ട്യൂബിലോട്ട് എത്തത്തില്ല. അവിടെ എന്താണ്? ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ആണ്. അപ്പൊ യൂഷ്വലി എന്താണ്? മെൻസ്ട്രൽ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തു പോകും, പക്ഷെ എന്താണ്? പ്രഗ്നൻസി നടക്കത്തില്ല. കാരണം എന്താണ്? എഗ്ഗിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. സ്പേം എന്താണ്? ഫലോപ്പിയൻ ട്യൂബിൽ അവൈലബിൾ ആയാലും എഗ് ഫലോപ്പിയൻ ട്യൂബിൽ അവൈലബിൾ ആവാത്തതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അപ്പം ഹ്യൂമൻ ഫീമെയിൽസില് ട്യൂബെക്ടമിയും മെയിൽസില് വാസെക്ടമി ആണ് യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ബർത്ത് കൺട്രോൾ മെത്തേഡ് ആണ്. ഇനി അടുത്തത് ഡിഫൈൻ ദി ഫോളോവിങ് ടേംസ്. ഇവിടെ കുറച്ച് ടേംസ് കൊടുത്തിട്ടുണ്ട്. ഈ ടേംസ് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അമ്നിയോൺ, ഡെമോഗ്രഫി, പോപ്പുലേഷൻ ഗ്രോത്ത്. എന്താണ് അമ്നിയോൺ? അമ്നിയോൺ എന്താ? തിൻ പ്രൊട്ടക്റ്റീവ് മെമ്പറൈൻ. നമ്മുടെ എംബ്രിയോയിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന പ്രൊട്ടക്റ്റീവ് മെമ്പറൈൻ ആണ് എന്ത്? അമ്നിയോൺ. ഇത് ഫിൽഡ് വിത്ത് എന്താണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വെച്ച് ഫില്ല് ചെയ്തേക്കാണ്. ഒരു കുഷൻ പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്താണ് ഡെമോഗ്രഫി. എന്താണ്? ഹ്യൂമൻ പോപ്പുലേഷൻസിനെ കുറിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ആണ് എന്താ? ഡെമോഗ്രഫി എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ എന്താണ്? പോപ്പുലേഷൻ സൈസ്, ഡെൻസിറ്റി, ഗ്രോത്ത്, ഡിസ്ട്രിബ്യൂഷൻ, നേറ്റാലിറ്റി, മോർട്ടാലിറ്റി. നേറ്റാലിറ്റി മോർട്ടാലിറ്റി എന്താണ്? ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും. ഇതൊക്കെ നമ്മൾ സയന്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീനെയാണ് നമ്മൾ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്താണ്? റേറ്റ് അറ്റ് വിച്ച് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ ഒരു പോപ്പുലേഷൻസിൽ എന്താണ്? ഇൻഡിവിജ്വൽസിന്റെ എണ്ണം ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമില് ഒരു പോപ്പുലേഷൻസിലെ ഇൻഡിവിജ്വൽസിന്റെ എണ്ണത്തിനാണ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്.
40 ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ദി 3 ഇഫക്റ്റ് ഓഫ് അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഓൺ എ നേഷൻസ്. ഒരു നേഷൻസിൽ അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ് എന്താണ്? ഒന്ന് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി, ജോലി ഇല്ല, പിന്നെ ഭക്ഷണത്തിന്റെ കുറവ്, പിന്നെ ഷോർട്ടേജ് ഓഫ് റിസോഴ്സ്, അതായത് ഫുഡ്, വാട്ടർ, അതുപോലെ തന്നെ നമുക്ക് താമസിക്കാനുള്ള ഇടത്തിന്റെ ഒക്കെ ഷോർട്ടേജ്, പിന്നെ എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ. നമുക്ക് എന്താണ് താമസിക്കാൻ സ്ഥലം കൂടി വേണ്ടി വരുമ്പോഴത്തേക്കും ഫോറസ്റ്റ് ഒക്കെ എന്താണ് വെട്ടി നശിപ്പിച്ചോട് വീട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഡീഫോറസ്റ്റേഷൻ ഉണ്ടാകും, പിന്നെ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാകും. അതൊക്കെ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ അതിന്റെയൊക്കെ ആൻസർ. Then 41 ആണ് briefly explain the transformation in bacteria. Then why do we consider DNA replication as a semi-conservative? Explain briefly. രണ്ടും നല്ല good question ആണ്. ഏതാണ് നമ്മുടെ molecular biology ക്കാന്നുള്ള question ആണ്. ഒന്ന് ബാക്ടീരിയ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ബാക്ടീരിയ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? നമ്മുടെ സറൗണ്ടിങ് എൻവയോൺമെന്റിൽ നിന്നും DNA അപ്ടേക്ക് ചെയ്യുന്ന, അതായത് ഒരു ഫോറിൻ DNA ബാക്ടീരിയ അപ്ടേക്ക് ചെയ്ത് ആ ഒരു ബാക്ടീരിയയുടെ ജീനുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ട്രാൻസ്ഫോർമേഷൻ. ഇത് കണ്ടുപിടിച്ചായിരുന്നു ഫെഡറിക് ഗ്രിഫ്ത്ത് ആണ് കണ്ടുപിടിച്ചത്. നമ്മുടെ ഫെഡറിക് ഗ്രിഫ്ത്ത് എസ്ട്രെയിൻ ആർസ്ട്രെയിൻ ഉള്ള രണ്ട് ബാക്ടീരിയനെ മൈസിൽ കുത്തിവെക്കുന്നു, അങ്ങനെ എലി ചത്ത പോകുന്നൊക്കെ ഒരു വലിയൊരു എക്സ്പെരിമെന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ ആണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതാ ട്രാൻസ്ഫോർമേഷൻ ഓർത്തിരിക്കുക. എന്താണ് ഫോറിൻ DNA ബാക്ടീരിയ അതിന്റെ സറൗണ്ടിങ് എൻവയോൺമെന്റിൽ നിന്ന് എടുത്തിട്ട് അവരുടെ ജീനുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഫെഡറിക് ഗ്രിഫിത്ത് ആണ് 1928 സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയനെ വെച്ചാണ് ഈ ഒരു എക്സ്പെരിമെന്റ് ക്യാരി ഔട്ട് ചെയ്തത്. ഇനി അടുത്താണ് DNA replication in semi conservative ആണ്. കാരണം വാട്സൺ ആൻഡ് ക്രിക്ക് പറഞ്ഞ എന്താണ് DNA replication ഒരു സെമി കൺസർവേറ്റീവ് മെത്തേഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതെന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം DNA എന്താണ് ഡബിൾ സ്ട്രാൻഡഡ് ആണ്, രണ്ട് സ്ട്രാൻഡ് ഉണ്ട്. റെപ്ലിക്കേഷന്റെ സമയത്ത് എന്ത് സംഭവിക്കും? ഈ സ്ട്രാൻഡ് അഴിഞ്ഞു വരും. അഴിഞ്ഞു വന്നിട്ട് ഈ ഓരോ സ്ട്രാൻഡും എന്താണ് ടെംപ്ലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പേരന്റൽ സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്ത് അവിടെ പുതിയ DNA സിന്തസൈസ് ചെയ്യും. ഓക്കെ, അങ്ങനെ റെപ്ലിക്കേഷൻ തീരുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ഈ പുതിയ രണ്ട് ന്യൂ DNAs ഉണ്ടാവും. അപ്പൊ ഈ ന്യൂ DNAs സ്ട്രാൻഡ് എങ്ങനെയായിരിക്കും? ഒരു സ്ട്രാൻഡ് പേരന്റൽ സ്ട്രാൻഡും ഒരു സ്ട്രാൻഡ് എന്താണ് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡും ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ സെമി കൺസർവേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നും കൂടിയും പറയാം, നമ്മൾ DNA റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ എന്താണ് രണ്ട് DNAക്ക് ഓൾറെഡി എത്ര സ്ട്രാൻഡ് ഉണ്ട്? രണ്ട് സ്ട്രാൻഡ് ഉണ്ട്. ഈ രണ്ട് സ്ട്രാൻഡിങ്ങിനെ കോയിൽ ചെയ്താലേ കിടക്കുന്നത്. അപ്പൊ ഈ കോയിൽ ചെയ്തിരിക്കുന്ന സ്ട്രാൻഡ് റെപ്ലിക്കേഷൻ സമയത്ത് ഇങ്ങനെ അഴിഞ്ഞു വരും. അഴിഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ് അതിൽ ആ ഓരോ സ്ട്രാൻഡും എന്താണ് പേരന്റൽ സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഈ പേരന്റൽ സ്ട്രാൻഡിനെ വെച്ച് പുതിയ DNA ഓരോ സ്ട്രാൻഡിന്റെ അടുത്ത് സിന്തസൈസ് ചെയ്യും. അങ്ങനെ ഫൈനലി റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും പുതിയതായിട്ട് ഉണ്ടാകുന്ന ന്യൂ DNAs ഒരു സ്ട്രാൻഡ് എവിടെ നിന്നാണ്? പേരന്റിൽ നിന്നും. ഒരു സ്ട്രാൻഡ് ആയിരിക്കും നമ്മുടെ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്. അതുകൊണ്ടാണ് ഇത് സെമി കൺസർവേറ്റീവ് മെത്തേഡ് ആണെന്ന് പറയുന്നത്. ഈ മെത്തേഡ് പ്രൂവ് ചെയ്തത് മെസൽസൺ ആൻഡ് സ്റ്റാൾ എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകളാണ് ഈ ഒരു എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതോടുകൂടി ഇതേണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നതാണ് ഡ്രോ എ റെപ്ലിക്കേറ്റിംഗ് DNA മോളിക്യൂൾസ് ഡ്രോയിങ്. എന്നിട്ട് പേരന്റൽ സ്ട്രാൻഡ് ലേബിൾ ചെയ്യുക, ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ലേബിൾ ചെയ്യുക, ലീഡിംഗ് സ്ട്രാൻഡ് ലേബിൾ ചെയ്യുക, റെപ്ലിക്കേഷൻ ഫോർക്ക് ലേബിൾ ചെയ്യുക. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പടമാണ് DNA റെപ്ലിക്കേഷൻ ആണ്. ഇവിടെ ആ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്ന പേരന്റൽ സ്ട്രാൻഡ് ആണ്. അപ്പം പിന്നെ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. ഈ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇപ്പോഴും ശ്രദ്ധിച്ചു. ഈ മറ്റേ യെല്ലോ കളർ കൊടുത്തിരിക്കുന്ന മുറിഞ്ഞു കിടക്കുന്ന ഫ്രാഗ്മെന്റ്സ് ഉണ്ടല്ലോ, അത് ലാഗിങ് സ്ട്രാൻഡിലാണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ഉണ്ടാകുന്നത്. ലീഡിംഗ് സ്ട്രാൻഡ് കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്തു പോകുന്ന സ്ട്രാൻഡിനെയാണ് എന്ത് ലീഡിംഗ് സ്ട്രാൻഡ്. ഈ മുകളിൽ കിടക്കുന്ന റെഡ് കളറിൽ കിടക്കുന്ന ഈ ഒരു കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്തു പോകുന്ന സ്ട്രാൻഡിനെയാണ് ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഇനി ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്തു പോകുന്ന സ്ട്രാൻഡിനെയാണ് എന്ത് ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്ത കുഞ്ഞു സ്ട്രാൻഡ്സിനെയാണ് എന്ത്
ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ആ കുഞ്ഞ് യെല്ലോ കളറിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റ്സ് ആണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. ഇനി റിപ്ലിക്കേഷൻ ഫോർക്ക്, ആ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ DNA അഴിഞ്ഞു വരുന്നുണ്ടല്ലോ, ആ ഒരു പോർഷൻ ആണ് റിപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇമേജിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ സെക്ഷൻ ഇ 5 മാർക്കാട്ടോ ഈ സെക്ഷൻ ഇക്ക്. ഇവിടെ നോക്കിയേ 42ാമത്തെ തൊട്ട് 43ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ അത്രയും ക്വസ്റ്റ്യൻ കുഞ്ഞു 2-3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഇവിടെ നോക്കിയേ ഫോളോവിങ് is the informations given with regards the respiratory process നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താണ് ഫില്ലിങ് ദ ഗ്യാപ്സ്, ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ, എയറോബിക് ഉണ്ട്, അനേറോബിക് ഉണ്ട്, ക്രബ്സ് സൈക്കിൾ ഉണ്ട്. റോ മെറ്റീരിയൽസ് കാണിച്ചിട്ടില്ല. സൈറ്റോപ്ലാസം മൈറ്റോകോൺട്രിയ ഉണ്ട്, പിന്നെ മൈറ്റോകോൺട്രിയ ഉണ്ട്, പ്രൊഡക്ട്സും കൊടുത്തിട്ടുണ്ട്, ചിലതിനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻസർ എങ്ങനെയായിരിക്കും? എയറോബിക് റെസ്പിറേഷൻ റോ മെറ്റീരിയൽ എന്താണ്? ഗ്ലൂക്കോസും ഓക്സിജനും വെച്ചാണ് എയറോബിക് റെസ്പിറേഷൻ. സൈറ്റ് എവിടെയാണ്? സൈറ്റോപ്ലാസം മൈറ്റോകോൺട്രിയ. പ്രൊഡക്ട് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും 38 ATP ആണ് എയറോബിക്. നമ്മുടെ യൂഷ്വൽ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് ഉണ്ടാവുന്നത് എന്താണ്? 38 ATP ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും, വെള്ളം ഉണ്ടാവും. ഇനി അടുത്താണ് അനേറോബിക് റെസ്പിറേഷൻ. ഇവിടെ എന്താണ്? ഓക്സിജന്റെ ആബ്സെൻസിലാണ് അനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. റോ മെറ്റീരിയൽ എന്താണ്? ഗ്ലൂക്കോസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സൈറ്റ് എവിടെയാണ്? സൈറ്റോപ്ലാസിൽ മാത്രം വെച്ചാണ് അനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു 2 ATP മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ലാസ്റ്റ് ആണ് ക്രബ്സ് സൈക്കിള്. റോ മെറ്റീരിയൽ എന്താണ്? പൈറുവിക് ആസിഡ്. അതായത് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് എൻഡ് പ്രൊഡക്റ്റ് എന്താണ്? പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നത്. ഈ പൈറുവിക് ആസിഡ് എന്താണ്? നേരെ മൈറ്റോകോൺട്രിയയിലോട്ട് പോകും. അവിടെ വെച്ച് പിന്നെയും അതിന് ചേഞ്ചസ് വന്ന് ATPയും NADH2ഉം ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യും. ATP NADH2 എന്താണ്? എനർജി മോളിക്യൂൾസ് ആണ്. ഇനി അതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. ഫോളോവിങ് ദ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. മസ്കുലർ പെയിൻ we get after prolonged exercise is due to dash. Lentil cells are found in dash. Their function is dash. Each NADH2 molecule produce dash ATP molecules. Photosynthesis is a dash path and respiration is a catabolic path. ഇതിന്റെ ആൻസർ എഴുതാനാണ് പറയുന്നത്. സിമ്പിൾ അല്ലേ? 5 മാർക്കാണ് ഇതിന് കിട്ടുന്നത്. നോക്കിയേ, നമ്മൾ എക്സസീവ് ആയിട്ട് എക്സസൈസ് നമ്മള് കുറെ ദൂരം ഓടുവാന്ന് വെച്ചപ്പോ നമുക്ക് മസിൽസിന് പെയിൻ ഉണ്ടാകും. അത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അവിടെ ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ ആണ്. അതായത് അവിടെ അനേറോബിക് റെസ്പിറേഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ പിള്ളേരെ ലാക്റ്റിക് ആസിഡിന്റെ അക്യുമുലേഷൻ ഉണ്ടാകും. അനേറോബിക് റെസ്പിറേഷൻ നടക്കാൻ നമ്മൾ എക്സസീവ് ആയിട്ട് എക്സസൈസ് നമുക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് വരത്തില്ലേ? അതായത് ഓക്സിജന്റെ അളവ് നമ്മുടെ ബോഡി കുറഞ്ഞു പോകും. അപ്പൊ അവിടെ എന്താണ്? അവിടെ ഒരു അനേറോബിക് റെസ്പിറേഷൻ നടക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? ലാക്റ്റിക് ആസിഡിന്റെ അക്യുമുലേഷൻ നടക്കും. ഓക്കെ, ബി ആണ് ലെന്റിൽ സെൽസ് ആർ ഫൗണ്ട്. എവിടെയാണ്? നമ്മുടെ വുഡി സ്റ്റെംസിലാണ് ലെന്റിൽ സെൽസ് കാണുന്നത്. ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് ഇവർ സഹായിക്കുന്നത് കേട്ടോ. ഇനി ഈച്ച് NADH മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ഡാഷ് ATP മോളിക്യൂൾസ്. NADH മോളിക്യൂൾ എന്താണ്? ഇത് ഒരു എനർജി മോളിക്യൂൾ ആണ്. ATP പോലെ തന്നെ ഒരു എനർജി മോളിക്യൂൾ ആണ് NADH. അപ്പൊ ഒരു NADH2 മോളിക്യൂൾസ് എന്ന് പറയുന്നത് 3 ATPക്ക് ഈക്വൽ ആണ് ഒരു NADH2 മോളിക്യൂൾ എന്ന് പറയുന്നത്. എത്രയാണ്? 3 ATPക്ക്. പിന്നെ അടുത്ത ലാസ്റ്റ് ആണ് ഫോട്ടോസിന്തസിസ്. എന്താണ്? ഒരു അനബോളിക് പ്രോസസ് ആണ്. പക്ഷെ റെസ്പിറേഷൻ എന്താണ്? ഒരു കാറ്റബോളിക് പാത്ത് ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Draw a transverse section of a dicot root and label the following parts: epiblema, cortex, endodermis, pericycle, protocylum, metaxylum, phloem and pith. ഇവിടെ എന്താണ്? ഡൈക്കോട്ട് റൂട്ടിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പുറത്തുള്ള റൂട്ട് ഹെയർസ് ഒക്കെ വരുന്ന ഏറ്റവും പുറത്തെ കവറിങ്ങിനാണ് എപ്പിബ്ലമ എന്ന് പറയുന്നത്. എപ്പിബ്ലമ കഴിഞ്ഞുള്ള പാരൻകൈമാറ്റ സെൽസസ് കാണുന്ന ഒരു ലാർജ് ഏരിയയാണ് കോർട്ടക്സ് കഴിഞ്ഞ് പിന്നെ നമ്മുടെ എൻഡോഡെർമിസ് വരും. പാരൻകൈമാറ്റ സെൽസസ് ആണ്. എൻഡോഡെർമിസിന് തൊട്ട് താഴെ എന്താണ്? പെരിസൈക്കിൾ വരും. അത് കഴിഞ്ഞ് നമ്മുടെ വാസ്കുലർ ബണ്ടിൽ സൈലവും ഫ്ലോയും ഉണ്ട്. സൈലം എന്താണ്? പ്രോട്ടോസൈലം ഉണ്ട്, മെറ്റാസൈലം ഉണ്ട്. പ്രോട്ടോസൈലം എന്താണ്? പുറത്തോട്ട് കുഞ്ഞു കുഞ്ഞു സൈലം, പുതിയതായിട്ട് എമേർജ് ചെയ്ത് വരുന്ന സൈലത്തിനെ പ്രോട്ടോസൈലം എന്നും, നേരത്തെ എമേർജ് ചെയ്ത് വന്ന ആ വലിയ റൗണ്ട് സൈലത്തിനെ മെറ്റാസൈലം എന്നുമാണ് വിളിക്കുന്നത്. പിന്നെ സെന്ററിൽ വരുന്ന ആ ഒരു
പാരങ്കൈമാറ്റ സെൽസ് വരുന്ന ഒരു സ്പേസ് ആണ് പിത്ത എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോട്ടോസൈലവും മെറ്റാസൈലവും ലേബൽ ചെയ്യുമ്പോൾ തിരിഞ്ഞു പോകരുത് കേട്ടോ. പ്രോട്ടോസൈലം എന്നാണ്, കുഞ്ഞു കുഞ്ഞു സൈലത്തിനാണ് പ്രോട്ടോസൈലം, മെറ്റാസൈലം വലിയ സൈലമാണ്. അപ്പൊ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത് പടം വരയ്ക്കുമ്പോൾ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണേ, പടം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ കോർട്ടക്സിനകത്തൊക്കെയുള്ള ഫുൾ സെൽസസ് വരച്ചാലും ജസ്റ്റ് ഒന്ന് ഡിനോട്ട് മെൻഷൻ ചെയ്തു പോയാലും മതി. ചിലപ്പോൾ ഈ ഫുൾ സെൽസ് ഇങ്ങനെ കുനുകുനാ വരച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും സമയം പോകും. പക്ഷെ എന്താണ്, ആ ഒരു വാസ്കുലർ ബണ്ടിൽസ് വരുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുകയും ചെയ്യണം കേട്ടോ. ഇത് ശ്രദ്ധിക്കണേ. ഇതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. with the help of a diagram describe the structure of stomatal apparatus of a dicot leaf. നമ്മുടെ ഡൈക്കോട്ട് ലീഫിന്റെ സ്റ്റൊമാറ്റിക് അപ്പാരറ്റസിനെ ഡിസ്ക്രൈബ് ചെയ്യുക. സീറോഫൈറ്റ്സിൽ എവിടെയാണ് സ്റ്റൊമാറ്റ കാണപ്പെടുന്നത്, അത് എന്താണ് ബുള്ളിഫോം സിൽസ് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. എവിടെയാണ് കാണുന്നത്, ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്താ, ഇവിടെ രണ്ട് സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഏതാണ്, ഓപ്പൺ ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും എപ്പിഡെർമൽ സെൽസസ് ഉണ്ട്, ഗാർഡ് സെൽസസ് ഉണ്ട്, പിന്നെ സ്റ്റൊമാറ്റൽ പോസസ് കാണുന്നുണ്ട്. ഗാർഡ് സെൽസസ് ഓപ്പൺ ആകുമ്പോൾ സ്റ്റൊമാറ്റ ഓപ്പൺ ആയിരിക്കും, ക്ലോസ്ഡ് ആകുമ്പോൾ സ്റ്റൊമാറ്റ ക്ലോസ്ഡ് ആയിരിക്കും. സീറോഫൈറ്റ്സ് എവിടെയാണ് ലൊക്കേഷൻ, നമ്മുടെ സ്റ്റൊമാറ്റോമോസിസ് ഒരു സങ്കൺ പിറ്റിൽ, അതായത് ലോവർ സർഫസിൽ സങ്കൺ പിറ്റിലായിരിക്കും കാണപ്പെടുന്നത്. കാരണം എന്താണ്, വാട്ടർ ലോസസ് കുറയ്ക്കണം. സീറോഫൈറ്റ്സ് എന്ന ഡ്രൈ ഹാബിറ്റ് വളരുന്ന പ്ലാന്റ്സ് ആണ് സീറോഫൈറ്റ്സ്. ഇനി ലാസ്റ്റ് വൺ ആണ് ബുള്ളിഫോം സെൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മുടെ മോണോകോട്ട് ലീവ്സ് കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്സ് ഓഫ് സെൽസസ് ആണ് ബുള്ളിഫോം സെൽസ്. ലീവ്സിന്റെ അപ്പർ എപ്പിഡെർമിസിലാണ് ഇത് കാണപ്പെടുന്നത്. ലീഫിനെ റോൾ ചെയ്യുന്നതിന് വേണ്ടി, അൺറോളിങ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ്, വാട്ടറിന്റെ ലോസസ് പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് ബുള്ളിഫോം സെൽസിനെ കുറിച്ച് ഉള്ളത്. അപ്പൊ ഇതെന്താണ്, നമ്മുടെ ഒരു വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സെക്ഷൻ എ ഫുൾ കഴിഞ്ഞു കേട്ടോ. ഇതിനകത്ത് ആകെ നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോയിരിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് പഠിക്കുക എല്ലാരും. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് സെക്ഷൻ ബി ആണ്. ഇപ്പൊ ഒരു കാര്യം ഓർത്തിരിക്കുക എല്ലാവരും, സെക്ഷൻ ബിയിലോട്ട് വരുമ്പോഴത്തേക്കും സെക്ഷൻ ബി സി എന്ന് പറയുമ്പോഴത്തേക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആട്ടോ ഓരോ വർഷം എക്സാം നടത്തിയത്. അപ്പൊ വരുമ്പോഴത്തേക്കും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്.